ക്രിസ്മസ് സ്പെഷ്യലായ പ്ലം കേക്ക് ഓവനില്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഒരു പാനി പരുവാകുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. പാനി പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്നായി ആഡ് ചെയ്യാം. വൈറ്റ് കളറിലുള്ള റൈസിൻസ്, ബ്ലാക്ക് കളറിലുള്ള റൈസിൻസ് ചേർക്കുമ്പോൾ നമ്മളിത് സ്വീറ്റ്നെസ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സാണ് ചേർക്കുന്നത്. ഇതിങ്ങനെ കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. ഇനി കുറച്ച് ഡേറ്റ്സ് കട്ട് ചെയ്തതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബദാം സ്ലൈസ് ചെയ്തതും കുറച്ച് കാഷ്നട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കാഷ്നട്ട് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ചേർക്കുക. ഇതിനകത്തല്ലെങ്കിൽ ഇതിനകത്തുള്ള ഈർപ്പം കൊണ്ട് നമ്മളുടെ കേക്ക് പെട്ടെന്ന് കേടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ജ്യൂസാണ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ആപ്പിൾ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ഓറഞ്ച്, മുന്തിരി അല്ലെങ്കിൽ പൈനാപ്പിൾ ഏത് ജ്യൂസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വൈനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതോടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കുറച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 സ്പൂൺ ജാമും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ പൈനാപ്പിൾ ജാമാണ് ചേർക്കുന്നത്. ഇതോടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വൈനും ജാമും നമുക്ക് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇത് കുറുകി ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് കേക്കിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് കുറച്ച് കാരമൽ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഇത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഒരു ഗോൾഡൻ ഷെയ്ഡായി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു ഡാർക്ക് കളറായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു കട്ടൻ ചായയുടെ കളറാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് അങ്ങനെ ആ പരുവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ തിളപ്പിച്ച വെള്ളം ചേർക്കുന്നതിന് മുമ്പിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് മറക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് ഒരു ലിക്വിഡ് പരുവത്തിലാക്കിയെടുക്കാം. ഈ ഒരു പരുവാണ് നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നമുക്ക് ആവശ്യത്തിന് 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ചുക്ക് പൊടിച്ചതും 1/2 സ്പൂൺ ജാതിക്ക പൊടിച്ചതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മൈദയും ബാക്കി പൊടികളെല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന മിക്സ് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ആദ്യം നമുക്ക് പകുതി മിക്സ് ഇതിലേക്കിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിങ്ങനെ അരിച്ചെടുക്കുന്ന നമ്മളുടെ ഈ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ബാക്കി പൊടികളൊക്കെ ചേർത്ത് ഈ മിക്സിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഒരുപോലെ കിട്ടാനായിട്ടാണ് നമ്മളിത് മിക്സ് നമ്മളൊന്ന് അരിച്ചെടുക്കുന്നത്. അങ്ങനെ മുഴുവൻ മിക്സ് നമുക്കിതൊന്ന് അരിച്ചെടുത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കേക്കിൻ്റെ മിക്സ് റെഡിയാക്കാനുള്ള ബൗളെടുത്ത് അതിലേക്ക് നമുക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ മറന്നു പോയെങ്കിൽ മുട്ട നമ്മൾ ഒരു ചെറിയ ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് സമയം വെച്ചാൽ റൂം ടെമ്പറേച്ചറായി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഈ മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. ഈ പഞ്ചസാര പൊടിച്ചപ്പോൾ ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 3-4 ഗ്രാമ്പു, ഒരു 3-4 ഏലക്ക ഇത്രയും കൂടി ചേർത്തിട്ടാണ് ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കേണ്ട സ്പൈസസാണ്. ഇനി ഇതിലേക്ക് 100 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബട്ടറും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇതോട് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് പ്രീഹീറ്റ് ചെയ്യാം. അതിനായി ഞാനിവിടെ ഒരു കടായിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കുക്കറോ എന്തെങ്കിലും ഉപയോഗിക്കാം.
ഇതിനകത്തേക്ക് നമ്മളൊരു സ്റ്റാൻഡും കൂടെ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരുന്ന ബൗളിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുമ്പേ ചെയ്ത് വെച്ച മൈദയുടെ മിക്സാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കുറേശ്ശെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മിക്സും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ കുറച്ച് ടൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ കാരമൽ സിറപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതോടെ ചേർത്തൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ബാക്കിയുള്ള കാരമൽ സിറപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അത് നമ്മൾ കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും മിക്സ് ചെയ്യാനേ പാടുള്ളൂ. ഇത് ബീറ്റ് ചെയ്യാനായിട്ട് ഇത് നമ്മൾ ഏറ്റവും ലോ സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ബാക്കിയുള്ള മുഴുവൻ ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഇതോടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏറ്റവും ലോ സ്പീഡിലിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു സ്പാച്ചിൽ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ഒഴിച്ച് വെക്കാനുള്ള ടിന്ന് റെഡിയാക്കാനായിട്ട് അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു റൗണ്ടിലുള്ളൊരു പീസ് കട്ട് ചെയ്ത് അതുകൂടെ സെൻറ്ററിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മുടെ ടിന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ മിക്സ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം ഇതിനകത്തുള്ള ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ വെള്ളിൽ ബ്ലാക്ക് കളറുള്ള റൈസിൻസോ അല്ലെങ്കിൽ കാഷ്നട്ടോ ഒക്കെ വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മളുടെ പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കടായി റെഡി ആയിരിക്കുകയാണ്. നമുക്കിതിലേക്ക് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇത് ഏകദേശം 1 മണിക്കൂർ മിച്ച സമയം എടുക്കുക. എനിക്ക് 1 മണിക്കൂറും 10 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ച് അല്ലെങ്കിൽ ഒരു സ്ക്യൂർ വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം. അതായത് ഇതിൻ്റെ അറ്റമൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ടിന്നിന് പുറത്തേക്ക് എടുക്കാം. ഇനി നമ്മുടെ കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മളൊരു പീസ് എടുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് വളരെ സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ ക്രിസ്മസ് സീസണിൽ തന്നെ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്യും.